സംഘടന അമ്മ ജനറൽ ബോഡിയിൽ വൻ തർക്കം. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള അമ്മ ഭരണസമിതി രാജിവെച്ചു. അമ്മയിലെ അംഗത്വവും രാജിവെച്ച് ശ്വേതാ മേനോൻ. സംഘടനാ കുറ്റാരോപിതർക്കൊപ്പമെന്നും ശ്വേത. ഞാൻ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. ഉണ്ണി ശിവപാലിന് വിമർശനം. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് അൻസിബ. നീതി ലഭിച്ചില്ലെന്നും അൻസിബ. നീറ്റ് UG പുനഃപരീക്ഷ അല്പസമയത്തിനകം അവസാനിക്കും. പരീക്ഷ നടന്നത് കനത്ത സുരക്ഷയിൽ. വീണ്ടും പരീക്ഷ എഴുതിയത് 22.79 ലക്ഷം വിദ്യാർത്ഥികൾ. കാരണം ആദ്യത്തെ കുറച്ച് ഈസി ആയിരുന്നല്ലോ, അപ്പൊ നല്ല ലെവല് കുറച്ച് കൂട്ടി വരുമോന്നൊരു ടെൻഷൻ. ജന്തർ മന്ദിറിൽ സമരം തുടർന്ന് CJP. ചെന്നൈയിൽ സ്വകാര്യ കടൽ വിഭവ സംസ്കരണശാലയിൽ വാതക ചോർച്ച. മരണസംഖ്യ 7 74 പേർ ചികിത്സയിൽ. ഫാക്ടറി ഉടമ അറസ്റ്റിൽ. കൊച്ചിൻ ഷിപ്പ്യാർഡിലെത്തിച്ച കപ്പലിൽ പാക് അനുകൂല പരാമർശം. രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത പോലീസ്. കപ്പൽ ലണ്ടൻ ആസ്ഥാനമായുള്ള കമ്പനിയുടേത്. ചോദ്യമുനയിൽ 150ഓളം തൊഴിലാളികൾ. കൊച്ചിയിലെ അവയവ മാഫിയയ്ക്ക് മേൽ പിടിമുറുക്കി ED. ആശുപത്രികളിലെ പരിശോധനയിൽ ലഭിച്ചത് നിയമവിരുദ്ധ ഇടപാടുകളുടെ സുപ്രധാന രേഖകൾ. ഓരോ ആശുപത്രിയും ദാതാക്കൾക്ക് നൽകിയത് 5 മുതൽ 15 ലക്ഷം വരെ. മാസപ്പടി കേസിൽ വീണ ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. 29-ന് ഹാജരാകാൻ നിർദ്ദേശം. നീക്കം നിർണായക രേഖകൾ ലഭിച്ച സാഹചര്യത്തിൽ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ട്രസ്റ്റ് പിരിച്ചുവിടാൻ നീക്കം. നടന്നത് ഗുരുതര സാമ്പത്തിക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷം. ഇറാൻ US നിർണായക ചർച്ച സ്വിറ്റ്സർലൻഡിൽ. ലബനൻ വിഷയം ചർച്ച ചെയ്യാൻ ധാരണ. സൈനിക നടപടി നിർത്താൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവ്. ഹോർമുസ് അടച്ചിട്ട് ഇറാൻ. ലോകകപ്പിൽ ആദ്യ ജയം തേടി സ്പെയിൻ. എതിരാളികൾ സൗദി അറേബ്യ. രാത്രി 12:30-ന് ബെൽജിയം ഇറാൻ പോരാട്ടം. യുറുഗ്വായ് കേപ്പ് വെർഡെ മത്സരം പുലർച്ചെ 3:30-ന്.